എൻ്റെ കുട്ടികളെല്ലാവരും നിങ്ങളുടെ CBSE ക്ലാസ് 10ൻ്റെ ലാസ്റ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലേ? അപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ ഈ ഒരു IT ആൻഡ് AI എക്സാമിനെ കുറിച്ച് പ്ലാൻ ചെയ്യാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് തരാൻ പറ്റിയിട്ടില്ല. അതിൽ നമുക്ക് നല്ല വിഷമമുണ്ട്. പക്ഷേ എന്നാലും നമ്മുടെ കുട്ടികൾ ഒരു കാരണവശാലും വിഷമിക്കേണ്ട. നിങ്ങൾക്ക് ഈ IT ആൻഡ് AI എക്സാം എങ്ങനെ ഡീൽ ചെയ്യണം, എങ്ങനെ പഠിക്കണം, ഇങ്ങനത്തെ കംപ്ലീറ്റ് കാര്യങ്ങൾ ഇതിൽ മിസ് പറയുന്നുണ്ടാകും. അതേപോലെ തന്നെ നമ്മുടെ എക്സാം വിന്നർ നിങ്ങൾക്ക് എന്താണ് ഈ ഒരു IT ആൻഡ് AI എക്സാമിന് വേണ്ടി തരാൻ വേണ്ടി പോകുന്നത്, ആ കാര്യങ്ങൾ മിസ് പറയുന്നുണ്ടാവും. അപ്പോൾ എൻ്റെ കുട്ടികളെല്ലാവരും എന്ത് ചെയ്യണം? വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ട് കാണാം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ IT ആൻഡ് AI എക്സാമിന് നമ്മൾക്കറിയാം 50 മാർക്സ് ആണ് നിങ്ങൾക്ക് തിയറി വരുന്നത് അല്ലേ? 50 പ്രാക്ടിക്കലാണ്. ആ 50 മാർക്സ് നമ്മുടെ തിയറിയിൽ നിങ്ങൾക്ക് ഈ ഒരു 10 മാർക്ക് എന്ന് പറയുന്നത് നമുക്കറിയാം 2 സെക്ഷനാണുള്ളത്. നമുക്കൊരു പാർട്ട് എയും ഉണ്ട്, അതേപോലെ തന്നെ നമുക്ക് പാർട്ട് ബിയും ഉണ്ട്. ഇതിൽ പാർട്ട് എയിലാണ് നമുക്ക് എന്ത് വരുന്നത്? നമുക്ക് ആ ഒരു 10 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് വരുന്നത്. ആ 10 മാർക്സ് നിങ്ങൾക്കറിയാം MCQ ആണ് അല്ലേ? ബാക്കി പാർട്ട് ബിയിലാണ് നമുക്ക് 40 മാർക്സ് വരുന്നത്. ആൻഡ് നിങ്ങൾക്ക് ഡിസ്ക്രിപ്റ്റീവ് ആണ്, അത്യാവശ്യം നല്ല രീതിയിൽ എഴുതാനുണ്ട്. അപ്പം ഈ ഒരു പാർട്ട് എയിൽ അതായത് MCQ വരുന്ന ക്വസ്റ്റ്യനിൽ നമ്മൾ ഈ ഒരു ലാസ്റ്റ് മിനിറ്റിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ട? ഒത്തിരി ടൈം നിങ്ങൾ അവിടെ കൊടുക്കേണ്ട കാര്യമില്ല. പകരം എന്താണ് ചെയ്യേണ്ടതെന്ന് മിസ് പറഞ്ഞുതരാം. അതായത് നമുക്ക് പാർട്ട് എയിൽ നമുക്കറിയാം, നമുക്ക് സിലബസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ AIക്കായാലും IT-ക്കായാലും സെയിം സിലബസ് ആണ് പാർട്ട് എക്ക്. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് മിസ് പറഞ്ഞുതരാം. ആ ടോപ്പിക്സ് എൻ്റെ മക്കളൊന്ന് മനസ്സിലാക്കുക. സംഭവം സിമ്പിൾ ടോപ്പിക്സ് ആണ്. ഇങ്ങനെ പേര് കണ്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് തന്നെ ഓൾറെഡി സിലബസ് അറിയുന്നുണ്ടാവും. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് സിലബസ് നല്ലപോലെ അറിയാം, ടോപ്പിക്സ് നല്ലപോലെ അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പഠിക്കുക. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്കൊരു സാമ്പിൾ പേപ്പർ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ സാമ്പിൾ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏകദേശം പാറ്റേൺ എങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ആ സാമ്പിൾ പേപ്പർ അനലൈസ് ചെയ്യുക, എന്നിട്ട് അതിലുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ആ ഒരു 10 മാർക്ക് നമുക്ക് അവിടെ സെറ്റാണ്. അപ്പോൾ ഇതായി നമ്മുടെ AIക്കും അതേപോലെ തന്നെ IT-ക്കും കോമൺ ആയിട്ട് വരുന്ന നമ്മുടെ പാർട്ട് എ ആണ് നിങ്ങളിവിടെ കാണുന്നത്. ഈ പാർട്ട് എയിൽ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ഇത് പേരിങ്ങനെ നിൽക്കട്ടെ, നിങ്ങൾക്ക് നല്ലപോലെ അറിയുന്ന ടോപ്പിക്കാണ്. അതേപോലെ തന്നെ സെൽഫ് മാനേജ്മെൻറ്റ് സ്കിൽസ്, ഇതും നിങ്ങൾക്ക് നല്ലപോലെ എഴുതാൻ പറ്റും. അതേപോലെ തന്നെ ഓൺട്രപ്രണറിയൽ സ്കിൽസ്, ഇതും വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത സിമ്പിൾ ടോപ്പിക്സ് ആണ്. അത് നിങ്ങൾ അയ്യോ മിസ് ഇത് സിമ്പിൾ അല്ല എന്ന് നിങ്ങൾക്ക് തോന്നും. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ആ സാമ്പിൾ പേപ്പറും അതേപോലെ തന്നെ PYQ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നും, ഓ ഇത് ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ, ഇതിനാണോ ഞാൻ ഇത്ര അധികം ടെൻഷൻ അടിച്ചത്, ഇതിനാണോ ഞാൻ ഇത്രയും പേടിച്ചതെന്നൊക്കെ നിങ്ങൾക്ക് തോന്നും. അപ്പോൾ ഈ കാര്യങ്ങൾ എൻ്റെ മക്കൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ IT ആയാലും AI ആയാലും പാർട്ട് എ ഈ 3 യൂണിറ്റ്സ് എസ്പെഷ്യലി നോക്കുക. ഓക്കെ, ഇതിൽ നിന്നൊന്നും അങ്ങനെ ക്വസ്റ്റ്യൻ വരാറില്ല എന്ന് വെച്ചാൽ വരില്ല എന്നല്ല, പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യൂണിറ്റ്സ് മിസ് ഇപ്പോൾ മാർക്ക് ചെയ്തിട്ടുള്ളതാണ്. ഇനി നമ്മുടെ IT-യുടെ പാർട്ട് ബിയിലേക്ക് വരാം. അപ്പോൾ പാർട്ട് ബിയിൽ മിസ് ഇപ്പോൾ മാർക്ക് ചെയ്തിട്ടുള്ള ടോപ്പിക്സ് ആണ് നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യൂണിറ്റ്സ് എന്ന് പറയുന്നത്. അതായത് യൂണിറ്റ് 1 ഡിജിറ്റൽ ഡോക്യുമെൻറ്റേഷൻ, അതേപോലെ തന്നെ യൂണിറ്റ് 3 ഡാറ്റാബേസ് മാനേജ്മെൻറ്റ്. ഈ 2 യൂണിറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ഏറ്റവും പ്രാധാന്യം കൊടുത്ത് തന്നെ ഇത് പഠിക്കണം. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് ഈ ടോപ്പിക്സ്. അപ്പോൾ മിസ് നിങ്ങൾ വിചാരിക്കേണ്ട, അപ്പോൾ മിസ് ബാക്കിയുള്ള ടോപ്പിക്സ് ഒന്നും പഠിക്കേണ്ടെന്നാണോ മിസ് പറയണേ? അങ്ങനെയല്ല. നമ്മൾ ലാസ്റ്റ് മിനിറ്റിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം തിയറിയിൽ ഇവിടെ 12 മാർക്കും ഇവിടെ 18 മാർക്കുമാണ്. ഓക്കെ, അപ്പോൾ ഈ ടോപ്പിക്സ് നിങ്ങൾ ആദ്യം പഠിക്കുക. ആൻഡ് അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? സാമ്പിൾ പേപ്പർ പ്രാക്ടീസ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ PYQലുള്ള ക്വസ്റ്റ്യൻസ് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഏകദേശം മാർക്സ് നിങ്ങളുടെ കയ്യിലെത്തിയൊരു ഫീൽ ഉണ്ടാവും. ഇനി അതിനുശേഷം നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ ടോപ്പിക്സ് അറിയാമെങ്കിൽ, ഓക്കെ, ഈ ടോപ്പിക്സ് അറിയാമെന്നുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻസിൻ്റെതാ ഈ ഒരു യൂണിറ്റ് 2ൻ്റെയും യൂണിറ്റ് 4ൻ്റെയും PYQയും അതേപോലെ തന്നെ സാമ്പിൾ പേപ്പർ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഓക്കെ, അപ്പോൾ ആദ്യം പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഈ 2 ആൾക്കാർക്കാണ്. റെഡിയാണോ? ഓക്കെ, ഇനി നമുക്കിവിടെ ഉള്ളൊരു ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് IT ആയിക്കോട്ടെ AI ആയിക്കോട്ടെ നിങ്ങൾക്ക് ഒത്തിരി ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ഓക്കെ, നമ്മൾ ബാക്കിയുള്ള സബ്ജക്ട്സ് പോലെ ഒന്നുമല്ല, നിങ്ങൾക്ക് ചോയ്സ് ക്വസ്റ്റ്യൻസ് ധാരാളം ഉണ്ടാകും. അപ്പോൾ എൻ്റെ മക്കൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? നിങ്ങൾക്ക് ഒരു കൂൾ ഓഫ് ടൈം ഉണ്ടാവുമല്ലോ, ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കാനുള്ളൊരു സമയം. ആ സമയത്ത് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ നല്ല രീതിയിൽ മനസ്സിലാക്കുക, വായിക്കുക. എന്നിട്ട് നിങ്ങൾ അവിടെ തന്നെ തീരുമാനിക്കുക നിങ്ങൾ ഇതിൽ ഏത് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ പഠിച്ച ടോപ്പിക്കിലെ ക്വസ്റ്റ്യൻസ് അവിടെ ഉണ്ടാവുമല്ലോ, അതെൻ്റെ മക്കൾ മാർക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ ആൻസർ ചെയ്യുന്ന സമയത്ത് അവിടെ അനാവശ്യമായിട്ടുള്ള ടൈം വേസ്റ്റ് കളയാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ എൻ്റെ മക്കൾ എന്ത് ചെയ്യുക?
പ്രാക്ടീസ് ചെയ്യുക. ഇനി നമ്മുടെ AI വരുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, സെൽഫ് മാനേജ്മെൻറ്റ്, ഓണ്ടർപ്രണോറിയൽ സ്കിൽസ്, ഇത് നമ്മുടെ പാർട്ട് A രണ്ടും സെയിം ആണ്. ഇനി പാർട്ട് Bയിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യൂണിറ്റ്സ് എന്ന് പറയുന്നത് ഒന്നാമത്തത് ഇൻട്രൊഡക്ഷൻ ടു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന യൂണിറ്റാണ്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് വെയിറ്റേജ് നോക്കിയാലും 15 മാർക്സിന് വെയിറ്റേജ് ഉള്ളതാണ്. ധാരാളം essay ടൈപ്പ് ക്വസ്റ്റ്യൻ വരെ ഈ ടോപ്പിക്കിൽ നിന്ന് വരാറുണ്ട്. അപ്പോൾ ഇത് എന്തായാലും നോട്ട് ചെയ്ത് വെക്കുക. ദെൻ അടുത്തതാണ് നമ്മളുടെ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യൂണിറ്റ് ആണ്. നിങ്ങൾക്ക് വെയിറ്റേജ് നോക്കിയാൽ മനസ്സിലാകും, 25 മാർക്സ് വെയിറ്റേജ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ 2 യൂണിറ്റ്സിന് നമ്മൾ ലാസ്റ്റ് മിനിറ്റ് പഠിത്തം ആയതുകൊണ്ടാണ് മിസ് പറയണത് ഈ 2 യൂണിറ്റ്സ് എന്തായാലും നോക്കുക എന്നുള്ളത്. അതിനുശേഷം നമ്മുടെ സമയം ഉണ്ടെങ്കിൽ നിങ്ങൾ ബാക്കിയുള്ളത് നോക്കുക. ഓക്കെ, ഇതിൽ നിങ്ങൾ ഫോളോ ചെയ്യേണ്ട കാര്യം എന്താണ്? നമ്മുടെ സാമ്പിൾ പേപ്പർ. ഓക്കെ, ഇതിൽ നമുക്ക് വ്യത്യാസമൊന്നുമില്ല. നമ്മുടെ സാമ്പിൾ പേപ്പർ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെന്ന് എൻഷുർ ചെയ്യുക. അതേപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എൻഷുർ ചെയ്യുക. ഈ 2 കാര്യങ്ങൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സാമിന് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് പോകാൻ പറ്റും. കാരണം നമ്മൾ ഈ ITI എന്ന് പറഞ്ഞ പേരുകൾ പോലെയൊന്നുമില്ല, സിമ്പിളായിട്ടുള്ള പേപ്പർ ആയിരിക്കും. നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്യാനും പറ്റും. കാരണം ചോയ്സും ഒത്തിരി ഉള്ളതുകൊണ്ടാണ്. റെഡി? ഇനി ഇതിൽ നമ്മളുടെ എക്സാമിനറുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് എന്താണ് കിട്ടാൻ വേണ്ടി പോകുന്നത് എന്ന് ചോദിച്ചാൽ നമുക്ക് ലാസ്റ്റ് മിനിറ്റിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എവിടെയും ഈ പറയുന്ന നോട്ട്സ് ഒന്നും അവൈലബിൾ ആയിരിക്കില്ല അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ITയുടെ ആയിക്കോട്ടെ AIയുടെ ആയിക്കോട്ടെ നോട്ട്സ് നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ആ നോട്ട്സ് നമ്മുടെ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുണ്ടാകും. അപ്പോൾ എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, ആ നോട്ട്സ്, ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുക, നോട്ട്സ് ഡൗൺലോഡ് ചെയ്യുക, വേഗം തന്നെ പഠിച്ചു തുടങ്ങുക. ഓക്കെ, ആൻഡ് നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. കാരണം ഇതോടുകൂടി എൻ്റെ മക്കളെല്ലാവരും നമ്മുടെ ക്ലാസ് 10നോട് ടാറ്റ ബൈ ബൈ പറയുകയാണ്. ചിലപ്പോൾ കുറേ മക്കൾ നമ്മളുടെ എക്സാമിനറുടെ ബാച്ചിലായിക്കോട്ടെ, എക്സാമിനറുടെ ക്ലാസ്സുകൾ ആദ്യമായിട്ട് കണ്ടു തുടങ്ങിയത് ഈ ഒരു CBSE ക്ലാസ് 10-ലായിരിക്കും. ആൻഡ് ഈ ഒരു ക്ലാസ് 10 നമ്മളിത് ഈ ഒരു 2 എക്സാമോടുകൂടി അവസാനിക്കുകയാണ്. ഇനി ഇനി നമ്മൾ എന്താ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവരും +1ലേക്കാണ് പോകാൻ പോകുന്നത് അല്ലേ. അപ്പോൾ +1ലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചാപ്റ്റേഴ്സ് നമ്മളുടെ എക്സാമിനറിൽ എന്താണ്, നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകളായിരിക്കും നമ്മളുടെ എക്സാമിനറിൻ്റെ അഗ്നി ബാച്ചിൽ. ഓക്കെ, +1ൽ നിങ്ങളെ കാത്തിരിക്കുന്നതാണ് നമ്മളുടെ അഗ്നി ബാച്ച് എന്ന് പറയുന്നത്. നമ്മുടെ അഗ്നി ബാച്ച് എന്തുകൊണ്ട് ഇത്രത്തോളം ഭയങ്കര സ്പെഷ്യൽ ആവുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയധികം റിസൾട്ട് ഉണ്ടാക്കിയ, കേരളത്തിലെ തന്നെ 20ഓളം സ്റ്റേറ്റ് ടോപ്പേഴ്സ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ബാച്ചാണ് നമ്മുടെ അഗ്നി ബാച്ച്. ആൻഡ് നിങ്ങൾക്കായാലും ഇവിടെ എന്താണ്, നമ്മൾ കംപ്ലീറ്റ് ചാപ്റ്റേഴ്സ് ലൈവ് ക്ലാസ്സുകളിലൂടെയാണ് എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഇവിടെ തീർക്കാൻ പറ്റും. അപ്പോൾ ലൈവ് ക്ലാസ് മിസ്സായി കഴിഞ്ഞാൽ ഞങ്ങൾ എന്താ ചെയ്യുക, അതെല്ലാം നിങ്ങൾക്ക് ഇനി റെക്കോർഡഡ് വീഡിയോസ് കണ്ട് പഠിക്കാനാണ് ഇഷ്ടം. അതായത് ഓരോ ടോപ്പിക് വൈസ് ആയിട്ട് അല്ലെ, ടോപ്പിക് ആയിട്ട് ഒരു ചാപ്റ്ററിന് കുഞ്ഞു കുഞ്ഞു പീസസ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനാണോ ഇഷ്ടം, നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് ലേണിംഗ് വീഡിയോസ് ഉണ്ടാവും സെപ്പറേറ്റ്. ലൈവ് ക്ലാസ് ഇഷ്ടമുള്ളവർക്ക് ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാം. ഇനി ലേണിംഗ് വീഡിയോസ് സെപ്പറേറ്റ് ടോപ്പിക് വീഡിയോസ്, അതായത് ഒരു ചാപ്റ്റർ തന്നെ ഇപ്പോൾ ഒരു കുഞ്ഞു ചാപ്റ്റർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഒരു 5-6 വീഡിയോസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ പഠിക്കാനാണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ അങ്ങനെ പഠിക്കാം. ഇനി അതെല്ലാം കഴിഞ്ഞ് നോട്ട്സ് എഴുതാൻ മടിയുള്ള മക്കൾക്കാണെങ്കിൽ നമ്മളുടെ എക്സാമിനറിൻ്റെ PDF നോട്ട്സ് നിങ്ങൾക്ക്, അതായത് നമ്മുടെ ടീച്ചേഴ്സ് തന്നെ എഴുതിയിട്ട് ഉണ്ടാക്കുന്നില്ല, അതല്ലെങ്കിൽ നമ്മൾ ക്ലാസ് എടുക്കുന്ന ആ നോട്ട്സ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ ഓരോ ചാപ്റ്റർ കഴിയുന്ന സമയത്ത് നിങ്ങൾ പഠിച്ചത് കറക്റ്റാണോ എന്ന് നിങ്ങൾക്ക് തന്നെ നിങ്ങളെ സ്വയം അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചാപ്റ്റർ വൈസ് എക്സാം ഉണ്ടാകും. അത് കൂടാതെ നമുക്ക് മോഡൽ എക്സാംസ് ഉണ്ടാകും. ഇനി ഇതൊന്നും പോരാതെ ചില മക്കളെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടാകും, ഞങ്ങൾക്ക് ഇതല്ല വേണ്ടത്, ഞങ്ങൾക്ക് കംപ്ലീറ്റ് ബുക്ക് സെറ്റ് അല്ലേ, ഒരു ബുക്ക് തന്നെയാണ് വേണം അല്ലേ, ബുക്ക് തന്നെ വെച്ചിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ അണ്ടർലൈൻ ഒക്കെ ചെയ്ത് പഠിക്കാനാണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ നമ്മളുടെ എക്സാമിനറിൻ്റെ ബുക്ക് സെറ്റ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. പക്ഷേ മാർച്ച് 20 വരെ മാത്രം. മാർച്ച് 20ൻ്റെ ഉള്ളിൽ എൻ്റെ മക്കൾ നമ്മുടെ അഗ്നി ബാച്ചിൽ അഡ്മിഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ എക്സാമിനറിൻ്റെ കംപ്ലീറ്റ് ബുക്ക് സെറ്റ് ഫ്രീ ആയിട്ട് കിട്ടും. 1000+ റുപ്പീസ് വിലയുള്ളതാണ് ഈ ഒരു കംപ്ലീറ്റ് ബുക്ക് സെറ്റിന്. നിങ്ങൾക്ക് അത് ഫ്രീ ആയിട്ട് കിട്ടുകയാണ് നമ്മുടെ അഗ്നി ബാച്ചിൽ. പക്ഷേ നിങ്ങൾ മാർച്ച് 20ൻ്റെ ഉള്ളിൽ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ. അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട മിസ് ഞാൻ സയൻസ് അല്ല, ഞാൻ കൊമേഴ്സ് എടുക്കാനാണ് ആഗ്രഹം, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ബാച്ച് ഉണ്ട്, ജ്വാല ബാച്ച് ഉണ്ട്. ഇനി നിങ്ങൾക്ക് +1 +2ൻ്റെ കൂടെ നീറ്റ് പഠിക്കാനാണ് ആഗ്രഹം, നിങ്ങൾക്ക് വേണ്ടി നമ്മുടെ പൃഥ്വി ബാച്ചും അതുപോലെ തന്നെ JEEക്ക് വേണ്ടിയിട്ടുള്ള ബാച്ച് ഒക്കെ ഉണ്ട്. ഇതിനൊക്കെ എൻ്റെ മക്കളെ ചെയ്യേണ്ട ഒരു കാര്യം ഇത്രയേ ഉള്ളൂ, നിങ്ങൾക്ക് ഈ ബുക്ക് സെറ്റോട് കൂടി തന്നെ പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്, ഫ്രീ ആയിട്ട് കിട്ടണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യുക, അഡ്മിഷൻ എടുക്കുക, അടിപൊളിയായിട്ട് തന്നെ പഠിക്കുക. ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ യുവർ IT ആൻഡ് AI എക്സാം. അത് കഴിഞ്ഞ് നമുക്കിനി നമ്മുടെ അഗ്നി ബാച്ചിൽ കാണാം, നമ്മുടെ +1 തകർത്ത് പഠിക്കാം.